മലപ്പുറം വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. വെള്ളക്കട്ടയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം സംസ്കരിച്ചത്. നാട്ടുകാരും സുഹൃത്തുക്കളുമടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. രണ്ടു മണിയോടെയാണ് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം അനന്തുവിന്റെ മൃതദേഹ സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോയത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായോ സാജിദ്? അമൃത, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം മുൻപാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ച് എല്ലാവരും തന്നെ മടങ്ങിയത്. ഒരു നാട് മൊത്തം കണ്ണീരോടെ അനന്തുവിന് യാത്രാമൊഴി നൽകുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപകടമാണ് സംഭവിച്ചത്. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്കൂളിൽ എത്തിച്ചു. സ്കൂളിൽ അധ്യാപകരും അനന്തുവിന്റെ സഹപാഠികളുമാണ് യാത്രാമൊഴി നൽകാനായി എത്തിയത്. DO ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. ഇത്തരമൊരു സംഭവം ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ എത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാക്കളെല്ലാം തന്നെ നിലമ്പൂരിലുണ്ട്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, ജനപ്രതിനിധികൾ, സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഈ അനന്തുവിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നിലവിൽ ഈ പ്രതിയായ വിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കും. സ്ഥിരമായി ഈ പന്നിവേട്ട നടത്തുന്ന വ്യക്തിയാണ് വിനേഷ് എന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം വഴിക്കടവ് പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് DYSP C അലവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. KSEBയുടെ അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. KSEBയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ഈ വ്യക്തിക്കെതിരെ ചുമത്തുക. ഇപ്പോൾ ഈ വിനേഷ് കൂടാതെ മറ്റൊരാൾ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പ്രാഥമികമായി ഇയാൾക്ക് ഇന്നലത്തെ ഈ സംഭവത്തിൽ പങ്കില്ല എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ KSEBയുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.